നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് മറ്റന്നാൾ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ കനത്ത വരുമാന നഷ്ടത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. ഡീസൽ ചെലവിനുള്ള തുക പോലും നിലവിൽ ടിക്കറ്റ് കളക്ഷനിൽ നിന്നും ലഭിക്കുന്നില്ല എന്നാണ് ബസ് ഉടമകളുടെ പരാതി. ഇതിന്റെ മുന്നോടിയായി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സൂചനാ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ജില്ലയിൽ 450-ലധികം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെച്ചത്. KSRTC സർവീസുകൾ കുറവുള്ള ഉൾപ്രദേശങ്ങളിലെ യാത്രക്കാർ ഇതോടെ കടുത്ത ദുരിതത്തിലായി. മറ്റന്നാൾ സമരം സംസ്ഥാന വ്യാപകമാകുന്നതോടെ യാത്രാക്ലേശം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കളെ ബാധിക്കുന്ന പുതിയ താരിഫ് പരിഷ്കരണ നടപടികൾക്ക് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് തുടക്കമിട്ടു. 2027 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 2027 മുതൽ 2032 വരെ പുതിയ നിയന്ത്രണ കാലയളവിലേക്കുള്ള വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എനർജി ചാർജിൽ വലിയ വർധനവിന് സാധ്യതയില്ലെങ്കിലും ഫിക്സഡ് ചാർജിൽ നേരിയ വർധനവുണ്ടായേക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. പുതിയ നിരക്ക് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി ബോർഡ് വിവിധ വിഭാഗങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. നിരക്ക് വർധനവ് സംബന്ധിച്ച ഔദ്യോഗിക അപേക്ഷ വരും ഒക്ടോബറിന് ശേഷം, അതായത് നവംബറിന് മുൻപായി സമർപ്പിക്കാനാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അപേക്ഷയിന്മേൽ പൊതുജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനും അന്തിമ തീരുമാനമെടുക്കുന്നതിനും മുൻപായി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടും KSEB തേടുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 17 വരെ സമർപ്പിക്കാവുന്നതാണ്. വരുന്ന ഓണത്തിന് മുൻപായി അർഹരായ 1,00,000 പേർക്കെങ്കിലും മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. അതേസമയം ആശ്രയ പദ്ധതിയിലുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ നിത്യരോഗികളുള്ള കുടുംബങ്ങൾ എന്നിവർക്ക് ഈ അപേക്ഷയിൽ പ്രത്യേകം മുൻഗണന ലഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ ഫീൽഡ് തല പരിശോധനയ്ക്ക് ശേഷം മാത്രം ലഭിക്കുന്ന BPL അർഹതാ സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഏറെ സഹായമാകുമെന്നതിനാൽ ഒട്ടും സമയം കളയാതെ ഇതിനായുള്ള നടപടികൾ അപേക്ഷകർ ഉടനടി ആരംഭിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയിലൂടെ വർഷത്തിൽ ലഭിക്കുന്ന 6,000 രൂപയുടെ ധനസഹായം യാതൊരു തടസ്സവുമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായി കർഷകർ പ്രധാനമായും 3 കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. KYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവയാണവ. ഇതിൽ കർഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് KYC പ്രക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നത്. കൂടാതെ മുൻപ് രജിസ്റ്റർ ചെയ്ത കൃഷിഭൂമി ഇപ്പോഴും അപേക്ഷകനായ കർഷകന്റെ കൈവശം തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ലാൻഡ് സീഡിംഗും, ആനുകൂല്യ തുക കൃത്യമായി കൈകളിൽ വന്നു ചേരുന്നതിനായി ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടും അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ആധാർ സീഡ് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് പണം കൈമാറുന്നത് എന്നതിനാൽ ഇതുവരെയും തുക ലഭിക്കാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു പുതിയ അക്കൗണ്ട് ആരംഭിച്ച് വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷക ആനുകൂല്യങ്ങൾ വരും നാളുകളിലും മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഇപ്പോൾ കർഷക ID എടുക്കലും നിർബന്ധമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് തങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, നിലവിലെ കരമടച്ച രസീത്, ബാങ്ക് വിവരങ്ങൾ എന്നിവ നൽകി വളരെ എളുപ്പത്തിൽ ഈ കർഷക IDക്കായി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീൺ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച VBG റാംജി പദ്ധതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഗ്രാമീണ തൊഴിൽ മേഖലയിൽ നിർണായകമായ പല പരിഷ്കാരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ഇനി മുതൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ തൊഴിലുറപ്പ് ജോലികൾ അനുവദിക്കില്ല എന്നതാണ്.
അതേസമയം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം പകരുന്ന രീതിയിൽ വർഷത്തിൽ ലഭിക്കുന്ന തൊഴിൽ ദിനങ്ങൾ 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. വേതനത്തിലും വിപ്ലവകരമായ വർധനവ് വരുത്തിയതോടെ കേരളത്തിലുള്ള തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രതിദിനം 401 രൂപ കൂലിയായി ലഭിക്കും. പദ്ധതിയുടെ സാമ്പത്തിക നടത്തിപ്പിലും വലിയ രീതിയിലുള്ള ഘടനാപരമായ മാറ്റങ്ങളാണ് കേന്ദ്രം വരുത്തിയിട്ടുള്ളത്. മുൻപ് 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയിരുന്ന പദ്ധതി പുതിയ മാറ്റത്തോടെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി മാറി. ഇതോടെ പദ്ധതി ചെലവിന്റെ 60% വിഹിതം കേന്ദ്ര സർക്കാരും ബാക്കി 40% വിഹിതം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടി വരിക. നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് തുടർന്നും ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല, പുതിയ ആളുകൾക്ക് ഇതിലേക്ക് പേര് ചേർക്കാനുള്ള അവസരവുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പുതിയ VBG റാംജി ജോബ് കാർഡുകൾ വിതരണം ചെയ്യുന്നതുവരെ നിലവിലുള്ള പഴയ തൊഴിലുറപ്പ് കാർഡുകൾ ഉപയോഗിച്ച് തന്നെ തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ ജോലി ചെയ്യാം. കൂടാതെ ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും സുഗമമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രത്യേക തൊഴിലുകൾ ലഭ്യമാക്കാനും പദ്ധതിയിലെ ക്രമക്കേടുകൾ പൂർണ്ണമായും തടയുന്നതിനായി ബയോമെട്രിക് പഞ്ചിംഗ്, ജിയോസ്പേഷ്യൽ ട്രാക്കിംഗ് എന്നിവ നടപ്പിലാക്കാനും പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നു. എന്നാൽ കേന്ദ്ര പദ്ധതിയിലുണ്ടായ ഈ വലിയ മാറ്റങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി കേരളത്തിൽ രൂപീകരിച്ച പ്രത്യേക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായ പ്രതിസന്ധിയിലാക്കുകയാണ്. രാജ്യത്താദ്യമായി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെയും അയ്യങ്കാളി നഗർ തൊഴിലുറപ്പ് പദ്ധതിയിലെയും തൊഴിലാളികൾക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ സർക്കാർ ഈ ക്ഷേമനിധി രൂപീകരിച്ചത്. പ്രതിമാസം 50 രൂപ മാത്രം അംശാദായം ഈടാക്കി കുറഞ്ഞത് 26 ലക്ഷം പേരെങ്കിലും ഇതിൽ അംഗങ്ങളാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പ്രവർത്തനം തുടങ്ങി 3 വർഷം പിന്നിട്ടിട്ടും ജില്ലാ തലങ്ങളിൽ വലിയ പ്രചാരണങ്ങൾ നടത്തിയിട്ടും കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതുവരെ വെറും 17,742 പേർ മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചത്. അതിൽ 14,415 അപേക്ഷകർ അംഗീകരിച്ചെങ്കിലും നിലവിൽ 8,345 പേർ മാത്രമാണ് കൃത്യമായി അംശാദായം അടച്ചു തുടങ്ങിയിട്ടുള്ളത്. നിലവിലുള്ള നിയമപ്രകാരം ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ മാത്രമേ അർഹതയുണ്ടാവുകയുള്ളൂ എന്നതിനാൽ ഈ ക്ഷേമനിധിയിൽ ചേർന്നാൽ തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ക്ഷേമ പെൻഷനുകൾ നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്ക തൊഴിലാളികൾക്കുണ്ട്. ഇതിനൊപ്പം പുതിയ VBG റാംജി പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ തങ്ങളുടെ തൊഴിലവസരങ്ങൾ തന്നെ ഇല്ലാതാകുമോ എന്ന ഭീതിയും തൊഴിലാളികളെ ഈ ക്ഷേമനിധിയിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. നിലവിലെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണിത്. അർഹരായ പലർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുകയും എന്നാൽ അനർഹരായ ചിലർ പെൻഷൻ കൈപ്പറ്റുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് പരിഹരിച്ച് അർഹരായ മുഴുവൻ ആളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് അദ്ദേഹം അറിയിച്ചു. വീടുകളിൽ AC ഘടിപ്പിച്ചതിന്റെ പേരിൽ പെൻഷൻ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കൃത്യമായ പരിശോധനകൾ നടത്തും. രോഗികളായ കുടുംബാംഗങ്ങളുടെ സംരക്ഷണാർത്ഥമാണ് AC വെച്ചിട്ടുള്ളതെങ്കിൽ അത്തരം കേസുകളിൽ മാനുഷിക പരിഗണന നൽകി അർഹമായ ഇളവുകൾ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നത് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നുവെന്നും ജനങ്ങൾക്ക് നൽകിയ ഈ ഉറപ്പ് യാതൊരുവിധ കാലതാമസവും കൂടാതെ ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പെൻഷൻ തുക ഇപ്പോഴേ 3000 രൂപയായി ഉയർത്തി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനവിരുദ്ധമാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെങ്കിലും നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത്തവണ അതിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണയും 2000 രൂപ തന്നെയാണ് പെൻഷനായി ലഭിക്കുക. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 23 മുതൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ കടമെടുപ്പ് 21-ാം തീയതി നടക്കുന്നതിനാലാണ് അതിനുശേഷം പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ശനിയാഴ്ചയുണ്ടായ നേരിയ ഇടിവിന് പിന്നാലെ ജൂലൈ 6 തിങ്കളാഴ്ചയും സ്വർണ്ണ നിരക്കുകൾ താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയുമാണ് തിങ്കളാഴ്ചത്തെ വിപണി നിരക്ക്. ശനിയാഴ്ച പവന് 1,07,600 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.